എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്നത് നമ്മൾ സ്വന്തമായിട്ടാണ് നമ്മുടെ ഓട്ടോറിക്ഷേൻ്റെ ഫിറ്റ്നസ് എടുത്തത്. അപ്പോൾ അത് എങ്ങനെ നമ്മുടെ ഫോണിലൂടെ നമുക്ക് അപേക്ഷിക്കാം എന്നതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. നമ്മുടെ ഫോണിലുള്ള ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്തിട്ട് അതിൽ പരിവാഹൻ ടൈപ്പ് ചെയ്തിട്ട് അതിൽ കാണുന്ന ഫസ്റ്റ് സൈറ്റിൽ കയറി കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു പോപ്പപ്പ് അത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ആർട്ട് ഏതാണ് അത് പേരടിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ രജിസ്ട്രേഷൻ നമ്പറിൻ്റെ ആദ്യം നമ്പർ അടിച്ചാലും മതി കേട്ടോ. എന്നിട്ട് ടിക്ക് കൊടുത്ത് പ്രൊസീഡ് കൊടുക്കുക. അടുത്ത ഒരു മിനിറ്റ് ഇങ്ങനെ വരും, അതും പ്രൊസീഡ് കൊടുത്താൽ ഇതേപോലെ ഓപ്ഷനിലേക്ക് വരും. ഇവിടെ ഒരുപാട് ഓപ്ഷൻ കിട്ടും. ടാക്സ് ഒക്കെ നമുക്ക് ഇവിടെ നടക്കാൻ പറ്റും. നമുക്ക് വേണ്ടത് ഇതിൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു അപേക്ഷ. അപ്പോൾ അത് സെലക്ട് ചെയ്യുക കേട്ടോ. അതിനുശേഷം നമ്മുടെ വണ്ടീൻ്റെ നമ്പർ അടിച്ചു കൊടുക്കുക, രജിസ്ട്രേഷൻ നമ്പർ. അതിനുശേഷം നമ്മുടെ വണ്ടീൻ്റെ രജിസ്ട്രേഷൻ നമ്പറിൻ്റെ അവസാനത്തെ 5 നമ്പർ അത് അടിച്ചു കൊടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു പ്രൊസീഡ് കാണിക്കും. ഇനി നമുക്ക് OTP ആണ്. നമ്മൾ RC ബുക്കുമായിട്ട് കണക്ട് ചെയ്തേക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും. അതിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ജനറേറ്റ് OTP കൊടുത്തിട്ട് സബ്മിറ്റ് OTP കൊടുക്കുക, എന്നിട്ട് സബ്മിറ്റ് ചെയ്യുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഫിറ്റ്നസ് റിന്യൂ ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വരും. ഇതിൽ കണ്ടില്ലേ, അതർ സ്റ്റേറ്റ് പിന്നെ ഉണ്ട് വിത്തിൻ സ്റ്റേറ്റ്. അപ്പോൾ നമ്മൾ വിത്തിൻ സ്റ്റേറ്റ് കൊടുത്തിട്ട് പ്രൊസീഡ് കൊടുക്കുക കേട്ടോ. അപ്പം നമ്മുടെ ഫീസ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഇതേപോലെ ഫിറ്റ്നസിന് വേണ്ടിയിട്ടുള്ള ഫീസ് കാൽക്കുലേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അതൊക്കെ റെഡിയാണെന്ന് നോക്കിയിട്ട് പ്രൊസീഡ് കൊടുക്കുക. പ്രൊസീഡ് കൊടുത്തതിന് ശേഷം നമ്മൾ നേരെ പേയ്മെൻറ്റ് ഓപ്ഷനിലേക്കാണ് പോകുന്നത്. കൺഫേം പേയ്മെൻറ്റ് കൊടുക്കുക. എന്നിട്ട് നമ്മളിവിടെ ഈ ട്രഷറി ചെയ്തുകൊണ്ട് അവിടെ ഒരു ഓപ്ഷൻ കണ്ടില്ല, അവിടെ നമ്മൾ സെലക്ട് ചെയ്തിട്ട് ഈ ട്രഷറി എന്ന് കൊടുത്ത് അടിയിൽ ടിക്ക് മാർക്കും കൊടുത്തിട്ട് നമ്മൾ കണ്ടിന്യൂ കൊടുക്കുക കേട്ടോ. അപ്പം നമുക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും. നമുക്കിതിൽ പേയ്മെൻറ്റ് അടയ്ക്കാനുള്ള ഓപ്ഷനാണ്. ഇതിൽ രണ്ടാമത്തത് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഗൂഗിൾ പേയും ഫോൺ പേ ഒക്കെ അവിടെ കാണാൻ പറ്റും. അത് നമ്മൾ സെലക്ട് ചെയ്യുക കേട്ടോ. സെലക്ട് ചെയ്തിട്ട് പ്രൊസീഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഒരു GRN ജനറേറ്റ് ആകും. അത് നമ്മൾ കോപ്പി ചെയ്ത് വെക്കുന്നതല്ല കേട്ടോ. നമുക്ക് എന്തെങ്കിലും ഫീസ് പെൻഡിങ് ആയാലൊക്കെ ഇത് വെച്ചിട്ട് നമുക്കത് വീണ്ടും എടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അത് നമ്മളിവിടെ ഫോൺ പേ സെലക്ട് ചെയ്തിട്ട് നമ്മുടെ ഫീസ് ഇവിടെ വന്നിട്ടുണ്ട്. അത് സെലക്ട് ചെയ്തിട്ട് പ്രൊസീഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ വരും. ഇനി നമ്മുടെ ഫോൺ പേയിലെ നമ്മുടെ പാസ്വേഡ് അടിച്ചു കൊടുത്ത് കയറി കഴിഞ്ഞാൽ നമ്മുടെ ഫിറ്റ്നസ് അടച്ചു കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മൾ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ഒരു റെസിപ്റ്റും ഡൗൺലോഡ് ചെയ്യാൻ പറ്റും കേട്ടോ. അത് കഴിഞ്ഞ് താഴെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടാകും. ആ ഓപ്ഷൻ നമുക്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മുടെ ഫിറ്റ്നസിൻ്റെ പോലെ ഡേറ്റും അതേപോലെ സമയമൊക്കെ നമുക്ക് അവിടെ തന്നെ എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. വളരെ സിമ്പിളാട്ടോ. ഇത്രയേ ഉള്ളൂ പരിപാടി. ഇത് നമ്മൾ കാണുമ്പോൾ വിചാരിക്കും വളരെ പാടാന്ന്, പക്ഷേ ചെയ്തുമൊക്കെ അറിയാം. വളരെ സിമ്പിളാണ്. ഒരു പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ അടുത്ത പ്രാവശ്യത്തേക്ക് വളരെ ഈസി ആയിട്ട്. ചിലപ്പോൾ പലരും പറഞ്ഞു ഏജൻറ്റിൻ്റെ കീഴിൽ പോയാലാണ് സുഖം. അവർ വണ്ടി, അതായത് RTO ഉദ്യോഗസ്ഥർ വണ്ടി ഏജൻറ്റിൻ്റെ മുഖേന പോകുമ്പോൾ അവർ അധികം നോക്കുമൊന്നുമില്ല, വേഗം വിടുന്നു. ഞാനിപ്പോൾ ഇത് 3ാമത്തെ പ്രാവശ്യമാണ് ഫിറ്റ്നസ് എടുക്കാൻ. ഞാൻ സ്വന്തമായിട്ടാണ് പൈസ അടച്ചു പോയത്. എനിക്കിതുവരെ ഒരു കുഴപ്പം അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അതൊക്കെ ആൾക്കാർ വെറുതെ പറയുന്നതാണെന്ന് എനിക്ക് തോന്നുന്നത്. ഞാൻ സ്വന്തം പൈസ അടച്ചു പോയിട്ട് അവർ നമ്മുടെ വണ്ടിക്ക് അവർ നോക്കുമ്പോൾ ഒരു കുഴപ്പമില്ലെങ്കിൽ പക്കയാണെങ്കിൽ നമുക്കവർ ഫിറ്റ്നസ് തരും. അതിൻ്റെ ഏജൻറ്റിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല അതിന്. അപ്പോൾ ഏജൻറ്റിൻ്റെ ഇല്ലാതെ പോയി കഴിഞ്ഞാലും നിങ്ങളുടെ വണ്ടിക്ക് ഒരു കുഴപ്പമില്ല, നിങ്ങൾക്ക് ഫിറ്റ്നസ് കിട്ടും. അതൊരു ഉറപ്പാണ്, എൻ്റെ ഉറപ്പാണ്. എനിക്ക് അനുഭവം ഉള്ളതുകൊണ്ട് ഞാൻ പറയാം. പിന്നെ ഇത് വളരെ സിമ്പിളാണ്. ഇതൊക്കെ ഇനി ഓരോ ഏജൻറ്റിനെ ആശ്രയിക്കാണ്ട് നമുക്ക് സ്മാർട്ട് ഫോൺ എല്ലാവരുടെയും കയ്യിലുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇത് ചെയ്യാൻ പറ്റും. ഇനി നമ്മുടെ ഓട്ടോറിക്ഷേൻ്റെ മീറ്റർ സീലിംഗ് ഇപ്പം ഓൺലൈനിലാണ് അപേക്ഷിക്കുന്നത്. അതിൻ്റെ അപേക്ഷ കൊടുക്കേണ്ടത് ഓൺലൈനിലാണ്, മീറ്റർ സീൽ ചെയ്യാനുള്ള അപേക്ഷ. ഇനി മുതൽ അതിൻ്റെ പിന്നെ നമ്മൾ സീൽ ചെയ്യുമ്പോൾ പോകുമ്പോൾ നമുക്ക് സീലിംഗ് ഓക്കെ ആണെങ്കിൽ ഒരു പേപ്പർ അവർ തരും. അത് നമ്മളിങ്ങനെ സൂക്ഷിച്ച് വെക്കണം. അടുത്ത കൊല്ലത്തേക്ക് വേണ്ടിയിട്ട് അടുത്ത പ്രാവശ്യം സീൽ ചെയ്യാൻ പോകുമ്പോൾ ആ മീറ്റർ ആ പേപ്പർ അവർക്ക് കൊടുക്കണം. ഇനി അത് ഓൺലൈനിലേക്ക് മാറി അത് ഓൺലൈനിൽ ഡൗൺലോഡ് ചെയ്യാനുള്ള ഇതിലേക്ക് ആവാൻ പോവാണ്. അപ്പോൾ എല്ലാം ഇത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് വണ്ടി സംബന്ധമായ ടാക്സ് അടയ്ക്കാനോ എന്ത് പരിപാടി നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഇത് ഈ സൈറ്റിൽ കയറുക, ഇതേപോലെ ഓപ്ഷനിൽ പോവുക, ചെയ്യുക. പിന്നെ അക്കൗണ്ടിൽ പൈസ ഉണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഈ വീഡിയോ എന്തെങ്കിലും ഉപകാരപ്പെട്ടെന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം.